കുട്ടികളെ അധ്യാപകർ അടിച്ചെന്നും മർദ്ദിച്ചെന്നും കേൾക്കുമ്പോൾ പഴയ തലമുറയ്ക്ക് അത്ര വലിയ അതിശയമൊന്നും തോന്നാറില്ല അല്ലേ? പണ്ട് നമ്മളൊക്കെ കുറേ വഴക്കും അടിയുമൊക്കെ കൊണ്ടു വളർന്നവരാണ്. എന്നാൽ പണ്ടത്തെ പോലെയല്ല. ഇക്കാലത്തെ കുട്ടികൾക്ക് ചെറിയ ശകാരങ്ങൾ പോലും താങ്ങാൻ കഴിയില്ല. പാലക്കാട് നെന്മാറയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. സംഭവത്തിൽ പാലക്കാട് അയിരൂർ ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപകൻ ഉദയനെതിരെയാണ് പരാതി. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിലാണ് കുട്ടിക്ക് പരിക്കേറ്റതെന്നാണ് അധ്യാപകന്റെ വാദം. ജൂൺ 29 ഉച്ചയ്ക്ക് സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി അധ്യാപകൻ മുഖത്തടിച്ചു എന്നാണ് പരാതി. മർദ്ദനത്തിൽ ഇടതുകണ്ണിനു താഴെ പരിക്കേറ്റിട്ടുണ്ട്. ഞാനും ഹൃദയം വന്നൊരു കുട്ടിയും കൂടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് അടിപിടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപിടിയായിട്ടിപ്പോൾ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് വേറൊരു സാറിൻ്റെ അടുത്ത് എന്താ നടന്നതെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദയൻ സാർ അവിടെ നിന്ന് വന്നിട്ട് എൻ്റെ കണ്ണിന് ഭാഗത്തേക്കായിട്ട് അടിക്കുകയാണുണ്ടായത്. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ശ്വാസം മുട്ടിയിട്ടും നെഞ്ച് വേദനിച്ചിട്ടൊന്നും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറയാൻ നോക്കുമ്പോഴേക്കും വേറെയുള്ള ടീച്ചർമാർക്ക് നീ ഗുണ്ടയാണോ, നീ ഗുണ്ടയാണോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ തുടർന്ന് നെന്മാറ പോലീസ് വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെയും മൊഴിയെടുത്തു. സ്കൂളിലെ PTA ഫണ്ട് ക്രമക്കേട് സംബന്ധിച്ച് ഈ അധ്യാപകനെതിരെ ആരോപണങ്ങളുണ്ടെന്നും ഇതാണ് മകനെ അകാരണമായി മർദ്ദിക്കാൻ കാരണമെന്നുമാണ് അമ്മ നീരജ പറയുന്നത്. സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റാണിവർ. മക്കള് തമ്മിൽ എന്തോ അടിപിടി ഉണ്ടായി പറഞ്ഞിട്ട് എൻ്റെ മകനെ സ്റ്റാഫ് റൂമിലേക്ക് സാറ് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ലിജോ മാഷാണ് വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ലിജോ മാഷ് ഞങ്ങളോട് എന്താണ് സിദ്ധാർത്ഥ അവിടെ നടന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഉദയ മാഷ് എന്ന് പറഞ്ഞ മാഷ് വന്നിട്ട് മോനെ മുഖത്ത് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മുഖത്ത് മർദ്ദിച്ചതിന് ശേഷം മോന് നല്ല കണ്ണിൽ പെയിൻ ഉണ്ടായിരുന്നു. 4 മണിക്ക് വന്നപ്പോഴാണ് ബാക്കിയുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോഴേക്കും മോൻ മൊത്തം നീരായിട്ട് ഞാൻ കുട്ടിയും കൊണ്ട് നെന്മാറ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഞങ്ങൾ PTA-യുമായിട്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരാതി നിലനിൽക്കുന്ന സമയത്താണ് ഒരു പ്രകോപനം കൂടാണ്ട് ഈ ഉദയ മാഷ വന്നിട്ട് എൻ്റെ മകൻ്റെ മുഖത്ത് മർദ്ദിക്കുകയുണ്ടായിട്ടുള്ളത്. അതേസമയം ആരോപണം അധ്യാപകൻ M. ഉദയൻ നിഷേധിക്കുകയാണ്. സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട് നോട്ടീസിൽ പേരുൾപ്പെടുത്താത്തതിലുള്ള വൈരാഗ്യമാണ് ആരോപണത്തിന് പിന്നിലെന്നും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിലാണ് കുട്ടിക്ക് പരിക്കേറ്റതെന്നുമാണ് ഉദയൻ പറയുന്നത്. സ്കൂളിലെ പ്രധാനാധ്യാപകന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഉദയൻ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ നേതാവാണ്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.